പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് സർക്കാർ തള്ളി. സർക്കാർ വീണ്ടും അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം ഉണ്ടാവും. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഇതേക്കുറിച്ചുള്ള ഒരു സൂചന മുഖ്യമന്ത്രി നൽകിയിരുന്നു. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണ് എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറി. തുടർന്ന് ഉടൻ തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഇതേക്കുറിച്ചുള്ള അടുത്ത അന്വേഷണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ആരായിരിക്കും അന്വേഷണം നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിന് പിന്നാലെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ DGPയുടെ ഒരു വിയോജനക്കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ ഇക്കാര്യവും പരിഗണനയിൽ വന്നിരിക്കുകയാണ് സർക്കാരിന്റെ. അങ്ങനെ ആഭ്യന്തര സെക്രട്ടറി പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ ഈ അന്വേഷണവും പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള 4ാമത്തെ അന്വേഷണമായിരിക്കും വരുന്നത്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരം കലക്കലിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മൗനം പാലിച്ചും ആരോപണങ്ങൾ കണ്ടില്ലെന്നടിച്ചും സ്വയം വെള്ളപൂശിയും ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ട് തള്ളുകയാണ് സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ADGPയുടെ ഇടപെടലിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. പല നിർണായകമായ വിവരങ്ങളിലും അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്തിന് ADGP MR അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്ത് സാധാരണഗതിയിൽ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. തൃശൂർ പൂരം നടത്തിയതിന് കൃത്യമായ ഒരു പ്രോട്ടോകോളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അത് മറികടന്നുകൊണ്ട് അതെല്ലാം മാറ്റം വരുത്തി MR അജിത് കുമാർ പുതിയ സുരക്ഷാ പ്ലാൻ തയ്യാറാക്കുക എന്നവിടെ ചെയ്തത്. അതാണ് പാളിപ്പോയത്. എന്നിട്ടും അജിത് കുമാർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളിൽ പരാമർശിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടും അജിത് കുമാർ അത് അന്വേഷിച്ചില്ല. ADGP RS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടെന്ന ആരോപണമുണ്ട്. അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന വിശ്വാസമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറിയും ഇതിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. വൈകാതെ അന്വേഷണമുണ്ടാകും. ക്രൈംബ്രാഞ്ച് ADGP ഈ വിഷയം അന്വേഷിക്കാനാണ് സാധ്യത. സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടവും ഇതിലുണ്ടാകും. MR അജിത് കുമാർ നിലപാടുകളെ, അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അജിത് കുമാറിനെതിരെ കൂടുതൽ പരിഗണനയിലാക്കുന്നു. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം കൂടിയാണിത്. CPI RJD അടക്കമുള്ള കക്ഷികൾ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ, ആഭ്യന്തര വകുപ്പിനെതിരെ അജിത് കുമാറിനെതിരെ ഉന്നയിക്കാൻ ഇടയാക്കിയ വിഷയമാണ്. മുഖ്യമന്ത്രി ഒരു പരിധിവരെ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നോക്കിയപ്പോഴും ഈ സംസ്ഥാന പോലീസ് മേധാവി ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. അജിത് കുമാറിനെതിരെ തന്നെയാകും ഈ അന്വേഷണം നടക്കുക. അജിത് കുമാറിന്റെ ഇടപെടൽ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരും. അജിത് കുമാർ പറഞ്ഞ റിപ്പോർട്ട് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകാത്തിടത്താണ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വളരെ നിർണായകമായ അന്വേഷണം വൈകാതെ സർക്കാർ തീരുമാനമെടുക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അന്വേഷണ അന്വേഷണ സംഘം തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങാൻ തന്നെയാണ് സാധ്യത. അത്രയധികം രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയത്തിൽ CPM സർക്കാരും നേരിടുന്നുണ്ട്. ADGP MR അജിത് കുമാർ നൽകിയ പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരിക്കുകയാണ്. തുടരന്വേഷണം വേണമെന്നുള്ള ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്.